ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ 2-3 ദിവസം മംഗലാപുരത്ത് ഉണ്ടായിരുന്നു. മഴ കാരണം അധികം സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടുത്തെ ഫിഷ് ഹാർബറായിട്ടുള്ള ബന്ദറിലേക്കാണ് പോകുന്നത്. മംഗലാപുരത്തെ തന്നെ ഏറ്റവും വലിയൊരു ഫിഷ് ഹാർബറാണ് ബന്ദർ. രാവിലെ നേരത്തെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഹാർബറിലുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബന്ദറുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വെച്ച് നല്ലൊരു മഴ കിട്ടി. അപ്പോൾ ഞങ്ങളവിടെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾക്കൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മാർക്കറ്റ് അങ്ങോട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ആളുകൾ മീനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, വണ്ടിയിലാക്കിയിട്ട് ഇങ്ങനെ വിൽക്കാനുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പായി ഈ വഴി തന്നെയാണ് ബന്ദറിലേക്കുള്ള വഴി എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവളെ വിളിച്ചിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്തു. അങ്ങനെ ഞങ്ങളിത് ആ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. നിറയെ വണ്ടികളുണ്ട്. ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. കുഞ്ഞു വണ്ടി മുതൽ വലിയ വലിയ വണ്ടികളിലൊക്കെ ആയിട്ടും ഇവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഇനി അത് വക വെക്കാണ്ട് തന്നെ മുന്നോട്ട് പോയി. ചെറുതായിട്ടുള്ള ഒരു മഴ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു മഴ കിട്ടുന്നുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെ പോയി. ഇതാണ് നമ്മുടെ ബന്ദറിലേക്കുള്ള ഒരു മുൻ കവാടം കേട്ടോ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടി ഭയങ്കര ബഹളവും തിരക്കൊക്കെയാണ്. അപ്പം അത് കാരണം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക തന്നെ പാകുള്ളൂ. അവരവരുടെ ഭാഷയിൽ എന്ത് സംസാരിക്കണമെന്ന് നമുക്കറിയില്ല. അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ മീൻ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. ആകെ കൂടി നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കാണാനുള്ളത്. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഫിഷിംഗ് ഹാർബറിലേക്കൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ശരിക്കും എങ്ങനെ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി. ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. മീൻ കയറ്റി അയക്കുന്നു, ഐസ് കയറ്റി അയക്കുന്നു, അങ്ങനെ അങ്ങോട്ട് തിരക്ക്. മഴ നല്ലോണം വന്നു. ഒരു കോട്ടയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് കോട്ട എടുത്തില്ല, മഴയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ മീനുകൾ ഇങ്ങനെ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് അവർ അങ്ങോട്ട് വിളിക്കുന്നു, അങ്ങോട്ട് നമ്മുടെ പെടക്കണ മീനെ പറയില്ലേ, അതേപോലെ അവരുടെ ഭാഷയിൽ അവരെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. എന്നാലും നമ്മൾ ആ ഒരു ഭാഷ നമുക്കറിയാലോ, എങ്ങനെയാണ് മീൻ വിൽക്കണം എന്നുള്ളത്. അത് കാരണം നമുക്ക് ആ ഒരു ഇതിലിങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ കുറേ നടന്നങ്ങോട്ട് കണ്ടു കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, വെറൈറ്റി മീനുകളൊന്നും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഈ സമയം ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. എന്നാലും നമ്മളുള്ളത് നല്ല ഭംഗിയുണ്ട്. വലിയ വലിയ ചെമ്മീനൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായി. നമ്മുടെ ഇവിടെ വരുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ലേ. അവിടെയൊക്കെ വലിയ വലിയ ചെമ്മീനൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചു നേരം നമുക്ക് ബന്ദറിലെ ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം കേട്ടോ. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരത് കവറിട്ട് മൂടി വെക്കുന്നു, പിന്നെയും തുറക്കുന്നു. ഭയങ്കര കഷ്ടം പിടിച്ചൊരു സമയമാണ് കേട്ടോ ഈ ഒരു മഴ സമയത്ത് ഈ ഒരു വിൽപ്പന എന്ന് പറയുന്നത്. പക്ഷെ വിൽപ്പനയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്. ഇങ്ങനെ വെറൈറ്റി തരം മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ ബോട്ടുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു. അങ്ങനെ വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് ആ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് കുറച്ച് പേര് കുറച്ചധികം പേര് തന്നെ നമ്മൾ മീൻ വാങ്ങിയത് അവിടുന്ന് നേരാക്കി തരാനിരിക്കുകയാണ് കേട്ടോ. അവരവരുടെ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സെറ്റ് ഒരു കൂട്ടം അങ്ങോട്ട് ഒരു വരിക്ക് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ നിന്ന് മീനൊക്കെ നേരാക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു, ഇവിടുത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഉണ്ണിമോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ സൺഡേ മാർക്കറ്റ് കാണാമെന്ന് കരുതിയിട്ട് അങ്ങനെ മഴ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കച്ചവടമൊക്കെ കുറവായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ കച്ചവടം കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. വഴിയിലൊക്കെ നിറയെ വഴിയോര കച്ചവടക്കാരുള്ളതാണ്. പക്ഷേ ഈ മഴ കാരണമാണ് ഇന്ന് കുറവ്. ഭയങ്കര തിരക്കും ആകെപ്പാടൊരു തിരക്ക് പിടിച്ചൊരു അവസ്ഥയായിരിക്കും സൺഡേ മാർക്കറ്റ് ശരിക്കും എന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലായിട്ടും വഴിയോര കച്ചവടക്കാർ നിറയെ ഉണ്ട്. മഴ കാരണം കുറവ്
പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടുട്ടോ സൺഡേ മാർക്കറ്റിൽ. ഇതൊക്കെ നമുക്ക് വലിയ റേറ്റൊക്കെ പറയും, ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റിന് അവർ നമുക്കത് തരും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് കേട്ടോ. ഒരു ട്രാവൽ ബാഗ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സൺഡേ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ബാഗ് ആയി കഴിഞ്ഞാൽ സൗകര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും മാറിപ്പോയി. അപ്പോഴാണ് ഇങ്ങനെ ഫോൺ കേസൊക്കെ കണ്ടത്. അപ്പം എന്നാൽ ഒരു ഫോൺ കേസ് എടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ഫോൺ കേസൊക്കെ എടുത്തിട്ട് വീണ്ടും നടത്താൻ തുടങ്ങിട്ടോ. പിന്നെ അടുത്ത ബാഗ് ഞങ്ങൾ ഇനി എന്തായാലും വേണ്ടില്ല പറഞ്ഞിട്ട് നല്ലൊരു ബാഗ് അങ്ങോട്ട് വാങ്ങിച്ചു. അവർ ഭയങ്കര റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ റേറ്റിന് നമ്മൾ ഉദ്ദേശിച്ച റേറ്റിന് നമുക്ക് കിട്ടിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊന്നും ഇവിടെ കൂടെ വരാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു സൺഡേ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. അവരുടെ ഒരു കൂട്ടം ജനങ്ങൾ തന്നെ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്കൊന്നും ഒരിക്കലും പറ്റില്ല ഇതിലൂടെ വരാൻ. ഞങ്ങൾ 3 പേരും അങ്ങനെ പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള ഒരു ഇതിലാണ്. എന്നാലും കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടാവില്ല. കുറച്ച് ഭാഗം കണ്ടിട്ടാണ് വന്നത്. കണ്ടില്ല, ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളും ഇങ്ങനെ ഫാൻസി ഐറ്റംസും എല്ലാം അങ്ങനെ വഴിക്ക് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, കച്ചവടം കുറവാണ്. എന്നാലും അങ്ങനെ പറയാൻ മാത്രം കുറവൊന്നുമില്ല കേട്ടോ. ആളുകളുടെ കുറവുണ്ട്, പക്ഷേ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മഴ അങ്ങോട്ട് ഒതുങ്ങിയപ്പോൾ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിറയെ തുണികളുടെ ഒരു ഭാഗമാണ്. ആളുകൾ ഇങ്ങനെ എടുത്ത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചു വരാമെന്ന് കരുതി. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും അങ്ങോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്ക് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വേഗം പോന്നു. പിന്നെ ഞങ്ങൾക്ക് ട്രെയിന് വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ട് തിരിച്ചു വരാമെന്ന് കരുതി. അപ്പോൾ ഇപ്പുറത്തെ കാഴ്ചകളും കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്.